സിമ്പിൾ ആയിട്ടുള്ള 3 സ്റ്റെപ്പിൽ എങ്ങനെ നമുക്ക് നമ്മുടെ ചുണ്ടുകളെ അഥവാ ലിപ്സിനെ ശുശ്രൂഷിക്കാം. ഓക്കെ, അപ്പൊ ബേസിക് ആയിട്ടുള്ള സംഭവം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ചുണ്ടുകൾ കൊണ്ടുണ്ടാകുന്ന ഒരു കുഴപ്പം എന്തിനാണ് ഇങ്ങനെ മുടിയതായിട്ട് തള്ളി വിഷയമൊന്നുമില്ല. കുഴപ്പമെന്ന് പറഞ്ഞാൽ കൂടെ ഡ്രൈ ആവുക, ചുണ്ടുകൾ കുറച്ച് ചാപ്ഡ് ആവുക, അതായത് സ്കിന്ന് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ പൊളിഞ്ഞു പോകാൻ പാകത്തിന് നിൽക്കുക, ഈ സംഭവങ്ങളൊക്കെയാണ്. അപ്പം ബേസിക്കലി അതിന്റെ ഒരു റൂട്ട് കോസ് എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല കാരണങ്ങൾ ഉണ്ടാവാം. പക്ഷെ ആൾക്കാർ കൺസിഡർ ചെയ്യാത്ത ഒരു കാരണങ്ങളിലൊന്നാണ് ഡയറ്റിൽ വരുന്ന ചില വൈറ്റമിൻസ് സംഭവങ്ങളുടെ ഡെഫിഷ്യൻസി. അതായത് വൈറ്റമിൻ B2, B3 ഡെഫിഷ്യന്റ് ആണെങ്കിൽ നമ്മുടെ ചുണ്ടുകൾ പെട്ടെന്ന് ഡ്രൈ ആകാം. എസ്പെഷ്യലി നമ്മുടെ ഈ ചുണ്ടിന്റെ കോർണർ സൈഡ് ഉണ്ടല്ലോ, അവിടെ ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ മിക്കവാറും വൈറ്റമിൻ B2, B3 നിങ്ങൾ ഡെഫിഷ്യന്റ് ആയിരിക്കും. പിന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യന്റ് ആണെങ്കിൽ സംഭവിക്കാം, സിങ്ക് ഡെഫിഷ്യന്റ് ആണെങ്കിൽ സംഭവിക്കാം, വൈറ്റമിൻ എ ഡെഫിഷ്യന്റ് ആണെങ്കിൽ സംഭവിക്കാം. ഇനി വൈറ്റമിൻ എ ടോക്സിസിറ്റി ഉണ്ടെങ്കിൽ അത് മിക്കവാറും സംഭവിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്ത് ആക്നെ, കുരുക്കൾ, ബാക്കി കാര്യങ്ങളൊക്കെ വരുമ്പം നമ്മളൊരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണുവാണെങ്കിൽ അവരിടയ്ക്ക് വൈറ്റമിൻ എ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യും മെഡിസിൻ ആയിട്ട്. വൈറ്റമിൻ എ ഉള്ള ഏതെങ്കിലും ഒരു മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുമ്പം നമ്മുടെ സ്കിന്ന് മൊത്തത്തിൽ ഒന്ന് ഡ്രൈ ആവുന്ന കണ്ടിട്ടുണ്ട്. അതിന്റെ കൂടെ നമ്മുടെ ചുണ്ടുകളും ഡ്രൈ ആവാറുണ്ട്. അപ്പൊ ആ ഒരു മെഡിക്കേഷൻ എടുക്കുന്നതിന്റെ പേരിൽ ഡ്രൈ ആകാം. പിന്നെ സ്വാഭാവികമായിട്ടുള്ള റീസൺ ആണ്, നമ്മൾ ഏതെങ്കിലും തണുപ്പുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ചുണ്ട് ഡ്രൈ ആവാം, അങ്ങനത്തെ നോർമൽ സംഭവം. പക്ഷെ ഈ പറഞ്ഞ പോലെ ഡയറ്റിന്റെ കേസ് അങ്ങനെ ആരും ശ്രദ്ധിക്കാറില്ല. ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഡെഫിഷ്യന്റ് ആണെങ്കിൽ നമ്മുടെ ചുണ്ടുകൾ ഡ്രൈ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഇതുള്ള ഫുഡ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി. നോൺ കഴിക്കുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ വൈറ്റമിൻ B2, B3, സിങ്ക് ഉള്ള ഫുഡുകൾ ഏതാണെന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടും. വെജ് കഴിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ. പിന്നെ വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ മെയിൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് സൂര്യപ്രകാശം, വെയിൽ കൊള്ളുക എന്നുള്ളതാണ്. രാവിലെ ഒരു 8 മണിക്ക് മുന്നേ ഉള്ള വെയിലുകൾ അത്യാവശ്യം മയമുണ്ട് ഇപ്പം. പിന്നെ ഒരു വൈകിട്ടൊരു 4:30-5 മണി കഴിഞ്ഞാലുള്ള വെയിൽ പറ്റുമെങ്കിൽ സാഹചര്യം ഉണ്ടെങ്കിൽ കൊള്ളുക തീർച്ചയായിട്ടും. ഓക്കെ. പിന്നെ നമ്മൾ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട അടുത്ത ഒരു സംഭവമാണ്, നമ്മുടെ ശരീരത്തിന് വേണ്ടതിന് കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ് ആസ് ഇൻ ഗ്രെയിൻസ്, ധാന്യങ്ങൾ, അതായത് അരി, ഗോതമ്പ്, മില്ലറ്റ്, ഉഴുന്ന്, ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് വേണ്ടതിലും കൂടുതൽ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഉള്ള വൈറ്റമിൻ B2, B3 ഡിപ്ലീറ്റ് ആവാനുള്ള, കുറയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. റിഫൈൻഡ് ഷുഗറും ഇതിന്റെ ഒരു ഭാഗമാണ്. ഓവറായിട്ട് നമ്മൾ ഷുഗർ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന B2, B3 ഡിപ്ലീറ്റ് ആയി, അതായത് ശരീരത്തിൽ നിന്ന് കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഷുഗർ കഴിക്കുന്നതുകൊണ്ടുള്ള മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറ് മോശമാകും. ഈ വൈറ്റമിൻ B2, B3 ഒക്കെ പ്രോപ്പറായിട്ട് അബ്സോർപ്ഷൻ നടക്കുന്നത്, അതിന്റെ പ്രോസസ്സിംഗ് നടക്കുന്നത് നമ്മുടെ വയറിനെ ബേസ് ചെയ്തൊരു സംഭവത്തിലാണ്. അപ്പൊ നമ്മുടെ വയറ് മോശമായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ വൈറ്റമിൻ B2, B3 ഉള്ള ഫുഡ് നമ്മൾ കഴിച്ചാലും അതിന്റെ പ്രോപ്പർ അബ്സോർപ്ഷനും ശരീരത്തിൽ അതിന്റെ ഒരു യൂട്ടിലൈസേഷനും നടക്കത്തില്ല. അപ്പൊ നമ്മള് ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ മലയാളികളും ഇന്ത്യക്കാരും ഒക്കെ വേണ്ടതിലധികമാണ് ഈ ചോറും ഗോതമ്പും അതും ഇതൊക്കെ കഴിക്കുന്നത്. അപ്പൊ അതൊന്ന് നമ്മൾ റെഡ്യൂസ് ചെയ്യുക. അപ്പോ ആദ്യത്തെ സ്റ്റെപ്പ് സംഭവം കഴിഞ്ഞു, ഡയറ്റ് ആണ്. അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക, അതിനനുസരിച്ചുള്ള സാധനങ്ങൾ കഴിക്കുക. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്ഫോളിയേഷൻ ആണ്. വേറൊന്നുമില്ല, ഡെഡ് ആയിട്ടുള്ള സ്കിന്നിനെ റിമൂവ് ചെയ്യുന്നതാണ് ഈ പ്രോസസ്സ്. നാച്ചുറലി നമ്മുടെ ചുണ്ടുകളിൽ, നമ്മുടെ സ്കിന്നിൽ മൊത്തത്തിൽ സംഭവിക്കുന്നതാണിത്. പുതിയ സ്കിന്നുകൾ വരുമ്പം അത് വന്ന് കുറച്ചുനാൾ അവിടെ ഇരുന്ന് അത് ഡെഡ് ആവും. പിന്നെ അതിന്റെ അടിയിൽ പുതിയ സ്കിന്നുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസ് അവിടെ നിന്ന് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പായ എക്സ്ഫോളിയേഷൻ. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെറുതെ കുളിക്കാൻ കയറുമ്പം ആദ്യമേ തന്നെ നമ്മുടെ ചുണ്ടുകളിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക. അതായത് ഒന്ന് മുഖം കഴുകിയാൽ മതി, മൊത്തത്തിൽ വെള്ളം ചാടിക്കൊള്ളുമല്ലോ. എന്നിട്ട് നമ്മൾ ഏകദേശം കുളിച്ച് കഴിയാറാകുമ്പോൾ നമ്മൾ ജസ്റ്റ് കണ്ണാടി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ചെറിയൊരു പാട പോലെ ഒരു ലെയർ നമ്മുടെ ചുണ്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഡെഡ് ആയിട്ടുള്ള സ്കിന്നാണ്. അത് വെറുതെ നമ്മുടെ വിരലുകൊണ്ട് ഒരു മിനിമൽ രീതിയിലുള്ള പ്രഷറാണ് അപ്ലൈ ചെയ്യാവുള്ളൂ. അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പയ്യെ ഒന്ന് തൂത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്കിന്നിങ് പോകുന്നുള്ളൂ. ഓവറായിട്ട് പ്രഷർ അപ്ലൈ ചെയ്യരുത്. ബിക്കോസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ചുണ്ടുകളുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പം ചെറുതായിട്ട് അവിടെ ഇടിക്കുമ്പോൾ വീർത്ത് വരുമല്ലോ, അതേപോലെ വീർത്ത് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പം മിനിമൽ ആയിട്ടുള്ള പ്രഷർ മാത്രം അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ആ സ്കിൻ സെൽസ് അങ്ങ് റിമൂവ് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു.
ഇനിയുള്ളത് മൂന്നാമത്തെ സ്റ്റെപ്പാണ്. ഇത് മോയ്സ്ചറൈസേഷൻ ആണ്. സിമ്പിൾ സംഭവം. നമ്മൾ കുളിച്ചിട്ട് ഇറങ്ങുന്നു, സ്വാഭാവികമായിട്ടൊരു 1-2 മിനിറ്റിനുള്ളിൽ നമ്മുടെ ചുണ്ട് ഡ്രൈ ആകും. നമ്മൾ വേറെ സലൈവ കൊണ്ട് നാക്ക് കൊണ്ടൊന്നും ഇങ്ങനെ മോയ്സ്ചറൈസ് ചെയ്യാൻ ശ്രമിക്കരുത്. നമ്മൾ എന്നിട്ട് ഒരു തുള്ളി ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യുക. ഒരു തുള്ളി എടുക്കുക, വെറുതെ നമ്മുടെ കയ്യിൽ ഒരു തുള്ളി ചാടിക്കുക, വെറുതെ ഒന്ന് തേച്ച് കൊടുക്കുക, സംഭവം ക്ലീൻ. ഇനി എത്ര തവണ ചെയ്യണം, എപ്പോഴൊക്കെ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ വൈകിട്ടുമാണ് ചെയ്യേണ്ടത്. ഈ സ്കിൻ സെൽസ് റിമൂവ് ചെയ്യുന്നത് കേട്ടോ, എക്സ്ഫോളിയേഷൻ. അത് ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം ചിലവരുടെ സ്കിൻ സെൽസ് പെട്ടെന്ന് ഡ്രൈ ആവും, പെട്ടെന്ന് അവിടെ ഡെഡ് സ്കിൻസ് വരും. അപ്പൊ ചിലവർക്ക് എന്നും ചിലപ്പം ഇത് റിമൂവ് ചെയ്യേണ്ടി വരും, ചിലവർക്ക് അങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ജസ്റ്റ് നമ്മൾ കുളിക്കുമ്പോൾ പറഞ്ഞ പോലെ കണ്ണാടി നോക്കിയിട്ട് അത് ചെറിയൊരു ലെയർ കാണുന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാന്നുള്ളതാണുള്ളൂ. പക്ഷെ മോയ്സ്ചറൈസേഷൻ എല്ലാ ദിവസവും രാവിലെ വൈകിട്ടും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം എന്തുകൊണ്ട് ആൽമണ്ട് ഓയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോക്കനട്ട് ഓയിൽ ബാക്കി ലിപ് ബാമുകളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് കൂടെ ചുണ്ടുകൾ ഡ്രൈ ആകുന്നതായിട്ടും ഓൾറെഡി ചുണ്ടുകളിലുള്ള ആ ഒരു നിറം മങ്ങുന്നതായിട്ട് ആൾക്കാർ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാറുണ്ട്. ഇത് സംഭവിക്കാറുണ്ട്. പക്ഷെ ആൽമണ്ട് ഓയിൽ ഇൻ ജനറൽ ആൾക്കാരുടെ ചുണ്ടുകളെ കൂടുതൽ ഡ്രൈ ആക്കുവോ അല്ലെങ്കിൽ അതിന്റെ നിറം മങ്ങോ ഒന്നും ചെയ്യാറില്ല. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആൽമണ്ട് ഓയിൽ എല്ലാവർക്കും സൂട്ടബിൾ ആകും എന്നല്ല. നമ്മുടെ ലിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ പോലെയാണ്. ചില സംഭവങ്ങളോട് അത് സെൻസിറ്റീവ് ആയിരിക്കും. അപ്പൊ നമ്മൾ ആൽമണ്ട് ഓയിൽ ഉപയോഗിക്കുമ്പോൾ ഒരു ഇറിറ്റേഷനും ഒരു സെൻസിറ്റിവിറ്റി ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ആൽമണ്ട് ഓയിൽ മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ലിപ് ബാമുകൾ ഓൺലൈനായിട്ട് സെർച്ച് ചെയ്യുക, മേടിക്കുക, ഉപയോഗിച്ച് നോക്കുക. ഓക്കെ, മോയ്സ്ചറൈസേഷൻ നമ്മൾ എന്തായാലും ചെയ്യണം. അപ്പം ഉപയോഗിക്കേണ്ട പ്രോഡക്റ്റ് നമ്മൾ ട്രയൽ ആൻഡ് എറർ വഴിയിട്ട് കണ്ടുപിടിക്കുക. നമുക്ക് ഏത് ഉപയോഗിക്കുമ്പോഴാണോ നമ്മുടെ ചുണ്ടിന് സൂട്ടബിൾ ആയിട്ടുള്ളത് അത് നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കുക, ചുണ്ടിന്റെ നിറം മങ്ങുന്നുണ്ടോ, ഇനി എക്സ്ട്രാ ഒരു ഡ്രൈനെസ് ഇപ്പോൾ വരുന്നുണ്ടോ എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വേണമെങ്കിൽ കുറച്ച് നാൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കാതെ നോക്കുക. നിങ്ങളുടെ ചുണ്ട് നോർമൽ ആകുന്നുണ്ടെങ്കിൽ അത് വിഷയമില്ല. ഇനി ഉപയോഗിച്ചിട്ട് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് ഉപകാരം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇറിറ്റേഷനോ സെൻസിറ്റിവിറ്റിയോ നിറം മങ്ങുന്നുണ്ടെങ്കിൽ വേറെ പ്രൊഡക്റ്റ് മാറി ഉപയോഗിച്ചാൽ മതി. ഇനി ആൽമണ്ട് ഓയിൽ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമുണ്ട്. നമ്മൾ അതിന്റെ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് ഒന്ന് നോക്കണം. ആൽമണ്ട് ഓയിൽ മാത്രമാണ് അതിൻ്റെ അകത്തുള്ളൂ. ഇനി ആൽമണ്ട് ഓയിൽ അല്ലാതെ വേറെ പല ഫ്രേഗ്രൻസും മിനറൽ ഓയിലും കളറും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഞാൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഡാബറിന്റെ ആൽമണ്ട് ഓയിലാണ്. നമ്മൾ ലോക്കലി ഉള്ള എല്ലാ മെഡിക്കൽ സ്റ്റോറിലും കാര്യങ്ങളിലൊക്കെ മിക്കവാറും സംഭവമുണ്ട്. അതിന്റെ ഏറ്റവും ചെറിയൊരു ബോട്ടിൽ മേടിച്ചാൽ അത് അത്യാവശ്യം മാസങ്ങളോളം നിൽക്കും. കാരണം നമ്മൾ ഒരു തുള്ളിയാണല്ലോ ഡെയിലി, അല്ലെങ്കിൽ 1-2 തുള്ളി രാവിലെ വൈകിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് ശ്രദ്ധിക്കുക. വേറെ പല ഇൻഗ്രീഡിയൻസ് ഉള്ള ആൽമണ്ട് ഓയിൽ ആണെങ്കിൽ നമ്മളത് ചൂസ് ചെയ്യാതിരിക്കുക. എസ്പെഷ്യലി ഈ ഫ്രേഗ്രൻസും കളറും ഒക്കെ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻസിറ്റിവിറ്റി വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അത് ബേസ് ചെയ്ത് ചൊറിച്ചിലുണ്ടാകാം, ബാക്കി ഇറിറ്റേഷൻസ് ഉണ്ടാകാം, ചിലപ്പോൾ ചുണ്ടുകൾ ഒന്നുകൂടെ ഡാർക്കർ ആകാം. അപ്പം ഒന്ന് വാങ്ങാൻ നേരത്ത് സംഭവത്തിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഓരോരുത്തർക്കും ഓരോ സ്കിൻ ടൈപ്പ് ഉണ്ടല്ലോ. അതായത് ചിലവരുടെ ഡ്രൈ സ്കിൻ ആയിരിക്കും, ചിലവരുടെ ഓയിലി സ്കിൻ ആയിരിക്കും, ചിലവരുടെ നോർമൽ സ്കിൻ ആയിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ചുണ്ടുകൾക്കും ഒരു ടൈപ്പ് ഉണ്ട്. ചിലവരുടെ ഫ്രീക്വന്റ് ആയിട്ട് കൂടെ ഡ്രൈ ആവുന്ന ചുണ്ടുകളായിരിക്കും, ചിലവരുടെ നോർമൽ ആയിരിക്കും, ചിലവര് എന്തൊക്കെ കാണിച്ചാലും എന്തൊക്കെ ഡയറ്റ് നോക്കിയില്ലെങ്കിലും അവരുടെ ചുണ്ടുകൾക്കൊന്നും ഒരു വിഷയം കാണില്ല. അപ്പൊ നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് ചുണ്ടുകൾ ഡ്രൈ ആവുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. ഡയറ്റ് നോക്കുക, എക്സ്ഫോളിയേറ്റ് ചെയ്യുക, മോയ്സ്ചറൈസ് ചെയ്യുക. എന്നിട്ടും ഡ്രൈ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിപ്സിന്റെ ടൈപ്പ്, നമ്മുടെ ചുണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഫ്രീക്വന്റ് ആയിട്ട് ഡ്രൈ ആവുന്ന ടൈപ്പ് സംഭവമാണ്. ചിലവരുടെ മുടി നമ്മൾ കണ്ടിട്ടില്ലേ, മിക്കവാറും ഡ്രൈ ആയിരിക്കും. എന്തൊക്കെ കണ്ടീഷണർ തേച്ചാലും എണ്ണ തേച്ചാലും എണ്ണ കോരി ഒഴിച്ചിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അതെന്ന് പറയുന്നതാണ് അവരുടെ ഹെയർ ടൈപ്പ് അങ്ങനെയാണ്, അതുകൊണ്ടാണ് അത് അങ്ങനെ. അപ്പൊ നമ്മുടെ ചുണ്ടുകൾ പെട്ടെന്ന് ഡ്രൈ ആവുന്ന ഒരു സംഭവമാണ്. അതൊരു മെനകേടാണ്, വൃത്തികേടാണ്, അതൊരു ഇൻസെക്യൂരിറ്റി ഒന്നും ആക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, നമ്മൾ മനസ്സിലാക്കുക, ആൾക്കാർ വ്യത്യാസമുള്ള ആൾക്കാരാണ്, വ്യത്യാസപ്പെട്ട മനുഷ്യന്മാരാണ് നമ്മളെല്ലാം. എല്ലാവർക്കും അവരുടേതായ ഒരു സ്കിൻ ടൈപ്പും ബാക്കി കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെയാണ് ചുണ്ടുകളും. ചിലപ്പോൾ ഡ്രൈ ആവാം, ചിലപ്പോൾ നോർമൽ ആവാം. നമുക്ക് ചെയ്യാനുള്ള ചെയ്യുക, ബാക്കി അതിന്റെ വഴിക്ക് വിട്ടേക്കുക. അപ്പം അതാണ് ഈ പറഞ്ഞ പോലെ 3 സിമ്പിൾ സ്റ്റെപ്സ് ടു ശുശ്രൂഷിക്കൽ അവർ ലിപ്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള അടിച്ചു പൊടിക്കാം, മണിവില്ലോടെ അടിച്ചു പൊടിക്കാം.